ചില സമയങ്ങളിൽ ഫോണിൽ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ സ്ക്രീനിൻ്റെ മുകളിൽ ഒരു ചെറിയ പച്ച ഡോട്ട് തെളിയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലരും ഇതത്ര കാര്യമായി എടുക്കാറില്ല. ബഗ്ഗായിരിക്കുമെന്നോ ബാറ്ററി ഇൻഡിക്കേറ്റർ ആണെന്നോ തെറ്റിദ്ധരിക്കുന്നവരുമുണ്ട്. ഇങ്ങനെ നിസ്സാരമെന്ന് കരുതി ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം. ആ പച്ച ഡോട്ട് ഒരു സുപ്രധാന സ്വകാര്യതാ മുന്നറിയിപ്പാണ്. നിങ്ങളുടെ പ്രൈവസി അപകടത്തിലാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള പ്രൈവസി ഇൻഡിക്കേറ്റർ. കൂടുതലറിയാം, സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ബാത്റൂമിൽ വരെ ഫോണുമായി കയറുന്നവരുണ്ട്. ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോൺ ഒരു നിമിഷം പോലും മാറ്റിവെക്കുന്നത് ചിന്തിക്കാൻ കഴിയില്ല. ഫോട്ടോ, വീഡിയോ കോൾ, വോയിസ് റെക്കോർഡിംഗ്, സോഷ്യൽ മീഡിയ തുടങ്ങി പല പ്ലാറ്റ്ഫോമുകളും ആപ്പുകളും ക്യാമറയും മൈക്രോഫോണും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ അറിവോട് തന്നെയാകും. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു ആപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ക്യാമറയും മൈക്രോഫോണും ഓൺ ആയിരിക്കും. ഹാക്ക് ചെയ്തതാവാം, അല്ലെങ്കിൽ അനധികൃത ആപ്പുകൾ മൂലമോ ഇങ്ങനെ സംഭവിക്കാം. അങ്ങനെയുണ്ടായാൽ മുന്നറിയിപ്പ് ഫോണിൽ തന്നെ ഉണ്ടാകും. പക്ഷേ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രം. 2021 അവസാനത്തോടെ ആൻഡ്രോയിഡ് 12 മുതൽ ലഭ്യമായ ഒരു പ്രൈവസി ഫീച്ചറാണിത്. ഫോണിലെ ക്യാമറ അല്ലെങ്കിൽ മൈക്രോഫോൺ ഏതെങ്കിലും ആപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ പച്ച ഡോട്ട് തെളിയും. സൂം കോൾ ചെയ്യുമ്പോഴോ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് അയക്കുമ്പോഴോ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോഴോ ഇത് കാണാം. ഈ ഡോട്ടിൽ ടാപ്പ് ചെയ്താൽ ഏത് ആപ്പാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാനാകും. അവിടെ നിന്ന് പെർമിഷൻ മാറ്റാവുന്നതാണ്. സ്റ്റാറ്റസ് ബാറിൻ്റെ മുകളിൽ വലതുവശത്തായാണ് ഇതുണ്ടാവുക. ഇപ്പോൾ ഐഫോണിലും ഈ ഫീച്ചറുണ്ട്. ഗ്രീൻ ഡോട്ട് പ്രധാനമായും ക്യാമറ ഉപയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അത് ഓറഞ്ച് ആണെങ്കിൽ മൈക്രോഫോൺ എന്നർത്ഥം. വളരെ ചെറുതായതിനാലാണ് ഇതങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നത്. കോൾ ചെയ്യുമ്പോഴോ ഫോട്ടോ എടുക്കുമ്പോഴോ വരുന്നതിനാൽ സാധാരണ കാര്യമായിരിക്കും എന്ന് കരുതി അവഗണിക്കുകയും പതിവാണ്. പലർക്കും ഈ ഫീച്ചറിനെ കുറിച്ച് അറിയില്ല എന്നതും ഒരു പോയിന്റാണ്. ക്യാമറയോ മറ്റോ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഈ പച്ച ഡോട്ട് തെളിയുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. നോട്ടിഫിക്കേഷൻ പാനൽ തുറന്ന് ഡോട്ട് ടാപ്പ് ചെയ്ത് ഏത് ആപ്പാണ് ക്യാമറ അല്ലെങ്കിൽ മൈക്ക് ഉപയോഗിക്കുന്നത് എന്ന് കാണാം. സംശയമുള്ള ആപ്പാണെങ്കിൽ ഉടൻ തന്നെ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുക. പെർമിഷനുകൾ പരിശോധിക്കുക. ആവശ്യമില്ലാത്ത ആപ്പുകളുടെ അനുമതി നീക്കുക. ഫോൺ ആപ്പുകൾ എല്ലാം ഏറ്റവും പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക എന്നതും പ്രധാനമാണ്.